മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിൽ ഓഗസ്റ്റ് 15 ന്യൂസ് ആണ്. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ വിഷയമാണ്. അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ ഒന്ന് PPP മോഡൽ, അതുപോലെ തന്നെ ന്യൂ IT റൂള്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് മിലിറ്ററി, അത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ന്യൂസ് 14/8 ന്യൂസ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, അതൊന്നും കൂടി ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 ന്യൂസുകൾ. ആയുഷ്മാൻ ഭാരത്, അതുപോലെ തന്നെ എന്താണ് ഇവിടെ GM ക്രോപ്സ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ന്യൂസ് അനാലിസിസ് അതുപോലെ തന്നെ മറ്റുള്ള UPSCയുമായി ബന്ധപ്പെട്ട എല്ലാ PDF-ഉം ലഭിക്കുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ജോയിൻ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് PPP മോഡൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ന്യൂസിൽ ഉണ്ടായിരുന്നു, ഞാൻ ന്യൂസ് കട്ടിങ് കൊടുത്തിട്ടില്ല. PPP മോഡലിൽ ഗുജറാത്തിലൊക്കെ ചില സ്കൂൾസ് ഒക്കെ PPP മോഡലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താണ് PPP മോഡൽ എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. GS3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ്, അതുപോലെ തന്നെ മൊബിലൈസേഷൻ റിസോഴ്സിന്റെ ടോപ്പിക്കിലൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ PPP എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പബ്ലിക്കും പ്രൈവറ്റും ഒരുമിച്ച് പാർട്ണർഷിപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് PPP എന്ന് പറയുക. ഇസ് ഇൻവോൾവ് ദ കൊളാബറേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഏജൻസി ആൻഡ് പ്രൈവറ്റ് സെക്ടർ കമ്പനി. എന്ത് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്ത് പ്രോഗ്രാം ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് PPP മോഡൽ എന്ന് അറിഞ്ഞിരിക്കുക. അത് പല ടൈപ്സ് മോഡൽസ് വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഫിനാൻസ് ചെയ്യാന്, ബിൽഡ് ചെയ്യാന്, ഓപ്പറേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് മോഡൽ, ഗവൺമെന്റോ അല്ലെങ്കിൽ പബ്ലിക്കോ, ടോട്ടലി എക്കോണമിയിലെ ഇൻവെസ്റ്റ് മോഡൽ നമുക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ, അതായത് പബ്ലിക് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് എന്ത് ചെയ്യാണ്, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയും. മറ്റൊരു മോഡലാണ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നത്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. അപ്പൊ അത് പബ്ലിക് മോഡൽ മാത്രമാകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഗവൺമെന്റിന് പരിഹരിക്കാനും, അപ്പൊ അതിന് എഫിഷ്യൻസി ചിലപ്പോൾ ഗവൺമെന്റിൽ കുറവാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ എന്ന് അറിഞ്ഞിരിക്കാം. ദിസ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ദി പബ്ലിക് അസറ്റ് ഓർ പബ്ലിക് സർവീസ്. അപ്പൊ പബ്ലിക് അസറ്റോ പബ്ലിക് സർവീസോ ഉണ്ടാക്കാൻ വേണ്ടി പ്രൈവറ്റും ഗവൺമെന്റും കൂടി എന്ത് ചെയ്യാം, ഒരുമിച്ച് നിൽക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എന്ത് PPP എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും അതുപോലെ തന്നെ പ്രൈവറ്റിന്റെ എഫിഷ്യൻസി എല്ലാം കൂടി ഒരുമിച്ച് കൂടി ചെയ്യുന്നതായിരിക്കും. അത് പല മോഡൽസ് അതിൽ തന്നെ ഉണ്ട്. PPP തന്നെ ധാരാളം പ്രധാനപ്പെട്ട മോഡലുകൾ ഉണ്ട്. ഒന്നാണ് BOT മോഡൽ ഉണ്ട്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ള മോഡൽ ഉണ്ട്. പിന്നെ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് എന്നുള്ള BOO എന്നുള്ള മോഡൽ ഉണ്ട്. അതുപോലെ ബിൽഡ് ഓപ്പറേറ്റ് ലീസ് ട്രാൻസ്ഫർ ബോൾട്ട് ഉണ്ട്. പിന്നെ ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ലീസ് ഡെവലപ്പ് ഓപ്പറേറ്റ് മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റ് മെയിൻറ്റെയിൻ ട്രാൻസ്ഫർ മോഡൽ ഉണ്ട്. ധാരാളം മോഡൽ ഉണ്ട്. അതിൽ ഏതും പ്രധാനമായിട്ട് വരുന്ന 3 മോഡലാണ്. ഒന്ന് BOT, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഹൈബ്രിഡ് മോഡൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഹൈബ്രിഡ് എന്നുള്ള മോഡലും ഉണ്ട്. അപ്പൊ അതിൽ BOT ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ. BOT എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ്, കൺവെൻഷണൽ PPP മോഡൽ ആയിരുന്നു. അതാണ് പ്രൈവറ്റ് പാർട്ണർ എന്താ റെസ്പോൺസിബിൾ ടു ഡിസൈൻ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ബാക്ക് ദ ഫെസിലിറ്റി ടു പബ്ലിക് സെക്ടർ. ഓക്കെ, അപ്പൊ ഒരു പീരീഡിലോട്ട് അവരെന്നെ ഡിസൈൻ ചെയ്ത് അവരെന്നെ ബിൽഡ് ചെയ്ത് അവരെന്നെ ഓപ്പറേറ്റ് ചെയ്യും ഒരു കാലത്തേക്ക്. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് പബ്ലിക് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മോഡലാണ് BOT മോഡൽ. മുമ്പ് കണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മോഡലാണ് BOT എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, പബ്ലിക് സെക്ടർ ആയിരിക്കും എന്ത് ചെയ്യുക, ഫിനാൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക, പ്രോജക്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ കളക്ട് ചെയ്യും. അവർ റവന്യൂ കളക്ട് ചെയ്ത് ടോൾ പിരിവൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ അത് അവരുടെ എത്ര അവർ ഫണ്ട് ഇറക്കിയോ അത്രയും ടോൾ പിരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡലായിരിക്കും BOT മോഡൽ എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ BOO മോഡൽ ഉണ്ട്, ഓണർഷിപ്പ് ഓഫ് ദി ന്യൂലി ബിൽറ്റ് ഫെസിലിറ്റി വിൽ റെസ്റ്റ് വിത്ത് ദ പ്രൈവറ്റ് പാർട്ടി ആയിട്ടുണ്ടാവുന്ന പോകണം BO മോഡൽ. ജസ്റ്റ് അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനത്തെ കുറച്ച് മോഡൽ ഇതുമായി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടതെന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ PPP മോഡലുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ബൂട്ട് മോഡൽ ഉണ്ട്, ബോൾട്ട് മോഡൽ ഉണ്ട്, DBFO, LDO മോഡലൊക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും PPP മോഡലിൽ കുറെ ഗുണങ്ങളുടെ കുറച്ച് എന്താണ് പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ് ഒന്നെന്തിന്റെ പലപ്പോഴും അതിന്റെ പല എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റുകൾ ഇഷ്യൂസ് കൊണ്ട് കാര്യങ്ങൾ സ്റ്റക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇഷ്യൂസ് എന്നാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അത് സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും പലപ്പോഴും പല കൺസ്ട്രക്ഷനും. അപ്പൊ തന്നെ പൂർ റെക്കോർഡ് കീപ്പിംഗ് ആണ് റെഗുലേഷൻ പ്രാക്ടീസിൽ. അതുപോലെ തന്നെ കോണി ക്യാപിറ്റലിസ്റ്റ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. കാരണം ചില പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഒക്കെ ഈ ഒരു പൊളിറ്റിക്കൽ ഇതുമായിട്ട്
ടൈപ്പ് ഉള്ള ചില കമ്പനീസിന് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി അത് പ്രോബ്ലം പെർഫോമൻസ് PPP എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇത് ഇപ്പോൾ നേരിടുന്നുണ്ട് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഷെയർ ഓഫ് ദി നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ, ഈ NPA ധാരാളമായിട്ട് ഇത്തരത്തിൽ ഫണ്ടിൽ കൂടുന്നുണ്ട്. NPA ഒരു ഇഷ്യൂ ആണ് ഇത്തരത്തിലുള്ള ഫണ്ടിങ്. പലപ്പോഴും പല കാരണങ്ങളുണ്ട്, എംപ്ലോയ്മെന്റ് കാരണങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെക്ക് ആയിട്ട് NPA കൂടുന്നത് കാണാൻ പറ്റും. അതുപോലെ കോണി ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അറിഞ്ഞിരിക്കാം. അത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. PPP മോഡലിലേക്ക് വിജയ് കേൽക്കർ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. PPP മോഡൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫിനാൻസ് മിനിസ്റ്റർ 2015-16 അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് നടത്തിയത്? ഒന്ന് ഇതിന്റെ സർവീസ് ഡെലിവറി ഫിസിക്കൽ പലപ്പോഴും ഗവൺമെന്റ് നോക്കുന്നത് ഏറ്റവും കുറഞ്ഞ കരാർ ആരാണോ കോൺട്രാക്ട് ആരാണോ തരുന്നത് അവർക്കായിരിക്കും പലപ്പോഴും ഫണ്ട് കൊടുക്കുന്നത്, അവർക്കാണ് പ്രോജക്ട് കൊടുക്കുന്നത്. അപ്പൊ അതെന്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ക്വാളിറ്റി നോക്കുന്നില്ല. സർവീസ് ഡെലിവറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് സർവീസ് ഡെലിവറിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിനേക്കാളും ഫിസിക്കൽ ബെനിഫിറ്റിനേക്കാളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നുണ്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യുക, അലോക്കേഷൻ റിസ്ക് എന്ത് ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ കറക്റ്റ് അലോക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തന്നെ വയബിലിറ്റി ക്യാപ് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട്. ചില റവന്യൂ എന്ത് ചെയ്യാണ് ചില ഏരിയാസിൽ വയബിലിറ്റി ക്യാപ് ഫണ്ട് കൊടുക്കേണ്ടി വരും. ഫിനാൻഷ്യലി വയബിൾ അല്ലാത്ത ചില പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിന് വയബിലിറ്റി ക്യാപ് ഫണ്ടിങ് കൊടുക്കേണ്ടി വരും. പിന്നെ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തന്നെ അംബ്രല്ല ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക സോളിറ്റഡ് പ്രൊപ്പോസൽസ് സിസ് ചാലഞ്ച് എന്ന് പറയും. ടു ബി ഡിസ്കറേജ് ചെയ്യണം. To avoid the information asymmetries and the lack of transparency ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക സിസ് ചാലഞ്ച് എന്ന് പറയുന്നുണ്ട്. സോളിറ്റഡ് പ്രൊപ്പോസൽസ് എന്ത് ചെയ്യേണ്ടതുണ്ട് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ റെക്കമെൻഡേഷൻസ് ആണ്. അറ്റ്ലീസ്റ്റ് ആ കേൽക്കർ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. മറ്റു ന്യൂസിൽ IT റൂൾസ് ന്യൂസിലുണ്ടായിരുന്നു. IT റൂൾസ് ഹൈക്കോടതി താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റേ ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് IT റൂൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ജസ്റ്റ് എന്താണ് IT റൂൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. GS2 GS3 policy and intervention, scientific innovation and discoveries, issues arising out of the design and implementation of policies, IT computers എന്ന ടോപ്പിക്കിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എല്ലാ പ്രാവശ്യം സിലബസ് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ എപ്പോഴും സിലബസ് ഏതിലാ വരുന്നത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുവന്നിട്ട് അപ്പൊ ആ കോഡ് ആ ആക്ട് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. റൂൾസ് 2021 കൊണ്ടുവന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡാണ്. സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട് ബ്രോഡ്ലി സോഷ്യൽ മീഡിയ ഒക്കെ എന്താണ് അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്കുള്ള റോളാണ് കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അത് കൊണ്ടുവന്ന ഇതിന്റെ ഇൻഫർമേഷൻ ആക്ട് IT ആക്ട് 2000 പ്രകാരമാണ് ഇത് റൂള് കൊണ്ടുവന്നത്. അതിന്റെ സെക്ഷൻ 87 ഉപയോഗിച്ചാണ്. ധാരാളം വിശദമായിട്ട് ഞാൻ ഒരു ന്യൂസിലാന്ന് പറഞ്ഞതാണ്. വളരെ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ വരുത്തുന്നത്. സോഷ്യൽ മീഡിയക്കുള്ള കൺട്രോൾ ഉണ്ട്, ഡിജിറ്റൽ ന്യൂസിന് കൺട്രോൾ ഉണ്ട്, OTT പ്ലാറ്റ്ഫോമിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ചില റൂൾസ് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയക്കാണ് എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഒറിജിനേറ്റർ ആരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ദാറ്റ് അതോറിറ്റീസ് കൺസിഡർ ആന്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാക്കുകയാണെങ്കിൽ ആരാണ് ഫസ്റ്റ് ഒറിജിൻ എവിടെയെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ കണ്ടെത്തേണ്ടതുണ്ട്, ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അപ്പോയിന്റ് ഒരു ഗ്രീവൻസ് ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട് 15 days കംപ്ലൈന്റ് കിടക്കാൻ വേണ്ടി ഒരു ഗ്രീവൻസ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ട്വിറ്ററായിട്ടൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ജസ്റ്റ് നോക്കാം. അപ്പൊ അതിന് എന്താണ് ഫയൽ മന്ത്ലി കംപ്ലൈന്റ്സ് റിപ്പോർട്ട് എന്ത് ചെയ്യണം ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആയിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ഞാൻ ഓൾറെഡി പ്രീവിയസ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ന്യൂസിനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫോളോ ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേബിൾ TV നെറ്റ്വർക്ക് ആക്ട് നോംസ് എന്ത് ചെയ്യേണ്ടത് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തന്നെ സെൽഫ് റെഗുലേറ്ററി ബോഡീസ് എന്ത് ചെയ്യണം നമ്മളുടെ കോഡ് ഓഫ് എത്തിക്സ് നോക്കാൻ വേണ്ടി സെൽഫ് റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ IB എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററി ടു ഫോം എ പാനൽ ഈ മെക്കാനിസം ഒക്കെ എന്താണ് ഓവർസൈറ്റ് ചെയ്യാൻ വേണ്ടി പാനൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ന്യൂസിലുള്ള ഇതിൽ പറയുന്ന റൂൾസ്. അതേസമയത്ത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവർ സെൽഫ് ക്ലാസിഫൈ കണ്ടന്റ് എന്ത് ചെയ്യണം ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ 5 age ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന് കാറ്റഗറി യൂണിവേഴ്സൽ ആൻഡ് അഡൽട്ട് 7+, അതുപോലെ തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് 13+, യൂണിവേഴ്സൽ അഡൽട്ട് 16+, യൂണിവേഴ്സൽ അഡൽട്ട് എന്നുള്ള ഈ 5 കാറ്റഗറി ആയിട്ട് 5 ഏജ് ബേസ്ഡ് കാറ്റഗറി ആയിട്ട് അവർ എന്ത് ചെയ്യണം അവർ സെൽഫ് ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യണം. OTT പ്ലാറ്റ്ഫോം എന്തതിലൂടെ വരുമ്പോൾ OTT ഉദാഹരണം ആമസോൺ പ്രൈം അത്തരത്തെ കാര്യങ്ങളൊക്കെയാണ് OTT ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ അതിന് ഒരു പാരന്റൽ ലോക്ക് കൊടുക്കണം. പാരന്റൽ ലോക്ക് ഫോർ എനി കണ്ടന്റ് ക്ലാസിഫൈഡ് ആസ് ദ യൂണിവേഴ്സൽ അഡൽട്ട് 13+നൊക്കെ എന്ത് വേണം കറക്റ്റ് ഒരു പാരന്റൽ ലോക്കിനുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ അതിന് ഏജ് വെരിഫിക്കേഷൻ മെക്കാനിസം കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ OTT കാര്യങ്ങൾ. അപ്പൊ OTT
പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ദെൻ ഡിജിറ്റൽ ന്യൂസ് എന്ന ചില കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്, റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ മുമ്പത്തെ ഡീസ് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ കുറച്ച് അവാർഡ് കൊടുത്തിരുന്നു. അപ്പൊ നമുക്കറിയാം പലപ്പോഴും ബാറ്റിൽ ഫീൽഡിലൊക്കെ എന്താണ് അവർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടും വേണ്ടതാണ്, അവരെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് അതിൽ പ്രധാനപ്പെട്ട പല അവാർഡുകളും ഇന്ത്യയിലുണ്ട്. ഇൻഡിപെൻഡന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഹാവീർ ചക്ര, അശോക ചക്ര, ശൗര്യ ചക്ര എന്നുള്ളതൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് അശോക ചക്ര. അശോക ചക്ര എന്ന് പറയുമ്പോൾ അത് സിവിലിയൻസിന് കൊടുക്കുന്നതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സിവിലിയൻസിനും they are open to civilians also. അപ്പൊ തന്നെ റെക്കമെൻഡേഷൻ എങ്ങനെ ആയിരിക്കും? റെക്കമെൻഡേഷൻ റിസീവ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സിവിലിയൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയോ അഡ്മിനിസ്ട്രേഷനൊക്കെ എന്ത് ചെയ്യാണ് അവര് റെക്കമെൻഡ് ചെയ്യും. മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റിലോട്ട് എന്ത് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട് ആര് പ്രോസസ് ചെയ്യും? ബൈ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡറേഷന് വേണ്ടി പ്രോസസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക അതിന്റെ പ്രോഗ്രാം പോകുന്നത്. ആ ഒരു അവാർഡ് കമ്മിറ്റി ഉണ്ട്, ചെയർ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഹോണേഴ്സ് ആൻഡ് അവാർഡ് കമ്മിറ്റി ചെയർ ചെയ്യുന്ന ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഒരു ബൈ ആനുവൽ അവാർഡാണെന്ന് അറിഞ്ഞിരിക്കുക. റിപ്പബ്ലിക് ഡേയിലും ഇൻഡിപെൻഡൻസ് ഡേയിലാണ് കൊടുക്കാറ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു ശൗര്യ ചക്ര. ഇപ്പൊ റീസെന്റ് കുറെ ശൗര്യ ചക്ര പല ആൾക്കും കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ഈ ഒരു കാലണ്ടറി അവാർഡ് തന്നെയാണ്. ഓക്കെ, ദിസ് അവാർഡ് ഈസ് മേ ബി ഗ്രാൻഡഡ് ടു സിവിലിയൻസിന് സിവിലിയൻസും കൊടുക്കും അറിഞ്ഞിരിക്കും, ഓൾ മിലിറ്ററി പേഴ്സണൽസ്. ഓക്കെ, പോസ്റ്റ്മസ്ലി ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന അവാർഡാണ് ശൗര്യ ചക്ര എന്നാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കുക. ശൗര്യ ചക്ര കിട്ടിയ ആളുകളൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇന്നലത്തെ ന്യൂസ് ആയിരുന്നു 14 ന്യൂസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുഷ്മാൻ ഭാരത് ന്യൂസിൽ ഉണ്ടായിരുന്നു. GS2 GS3 സോഷ്യൽ എംപവർമെന്റ് ഗവൺമെന്റ് പോളിസീസ് ഹെൽത്തിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ആണ് ദാറ്റ് അറ്റംപ്റ്റ് ടു മൂവ് അവേ ഫ്രം ദ സെക്ടറൽ ആൻഡ് സെഗ്മെന്റഡ് അപ്രോച്ച് ദ സർവീസ് ഡെലിവറി ടു എ കോംപ്രഹെൻസീവ് നീഡ് ബേസ്ഡ് ഹെൽത്ത് കെയർ സർവീസ് എന്താണ് ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്? നമ്മളൊരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ത് ചെയ്യുക എല്ലാവർക്കും യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്കാണ് അതിന്റെ പ്രോഗ്രാം പോകുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഹെൽത്ത് കിട്ടുന്ന ഹെൽത്ത് കെയർ ഫ്രീ ഹെൽത്ത് കെയർ കിട്ടുന്ന. അപ്പൊ അതിൽ രണ്ട് ഭാഗമായിട്ടാണ് അതിൽ വരുന്നത്. ടു പ്രോങ്ഡ് അപ്രോച്ച് ആണുള്ളത്. എന്താണ്? ഒന്ന് ക്രിയേഷൻ ഓഫ് ദി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക ഒരു ഫോർമുലേഷൻ ഓഫ് ദി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പൊ രണ്ട് പ്രോഗ്രാമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് വെൽനസ് സെന്റേഴ്സ്, രണ്ട് PMJ അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതിൽ വെൽനസ് സെന്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക പ്രൊവൈഡ് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി വെൽനസ് സെന്റർ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് കെയർ സെന്റർ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ധാരാളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക മെറ്റീരിയൽ ആൻഡ് ദ ചൈൽഡ് ഹെൽത്ത് സർവീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ചലഞ്ചസ് എന്താണ്? ഓൾറെഡി ഹെൽത്ത് കെയർ സെന്റേഴ്സ് കുറെ ഉണ്ട്. അപ്പൊ അത് കൂടുതൽ വെൽനസ് സെന്റേഴ്സ് എന്ത് ചെയ്യാൻ ഉണ്ടാക്കുന്നതിൽ ചലഞ്ചസ് ഇന്ന് എന്ത് ചെയ്യാണ് അപ്ഗ്രേഡിംഗ് ദ വെൽനസ് സെന്റേഴ്സ് ആൻഡ് ബ്രോഡനിങ് ദ സ്കോപ്പ് ഓഫ് ദി സർവീസ് എന്നാണ്. അത് ഒരു ബിഗ് ടാസ്ക് ആണ്. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത് ഓൾറെഡി ഉള്ള യൂണിറ്റിലുള്ള ഓരോ നമ്മുടെ വാർഡ് തലത്തിലൊക്കെ ഉള്ള ഹെൽത്ത് സെന്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം ഓൾറെഡി ഇനാഡിക്വേറ്റ് ഫംഗ്ഷനറിയും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇനാഡിക്വേറ്റ് ആണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ല. ഫണ്ടിങ് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ എന്താ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വെൽനസ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നേരിടുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. മറ്റൊരു അതിന്റെ രണ്ടാമത്തെ സ്കീമാണ് എന്താണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ജൻ ആരോഗ്യ യോജന എന്നൊരു ഇൻഷുറൻസ് ആണ്. 5 lakh ഇൻഷുറൻസ് പെർ ഫാമിലി ആണ് അറിഞ്ഞിരിക്കുക. പെർ ഫാമിലിക്ക് എന്ത് ചെയ്യും 5 lakh ഇൻഷുറൻസ് കിട്ടും. എന്തിനാണ്? സെക്കൻഡറി കെയറിനാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രൈമറി അല്ല, സെക്കൻഡറി ആൻഡ് ടേഴ്ഷ്യറി കെയർ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കണേ. ഓക്കെ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഒക്കെ വരുന്നതാണ്. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രൈമറി കെയർ ഓൾറെഡി വെൽനസ് സെന്റേഴ്സിൽ കവർ ചെയ്തു. ഇനി സെക്കൻഡറി ആൻഡ് ടേഴ്ഷ്യറി കവർ ആണ് എന്തിൽ കവർ ചെയ്യുന്നത്? ഇൻഷുറൻസ് ആയിട്ട് പ്രധാനമന്ത്രി ജൻ ആരോഗ്യയിൽ കവർ ചെയ്യുന്നത്. ഇതിലേക്കുള്ള ആളുകളെ ബെനിഫിഷ്യറീസിനെ എങ്ങനെ തെരഞ്ഞെടുക്കുക? സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ ഡാറ്റ പ്രകാരമാണ് എന്ത് തെരഞ്ഞെടുക്കുക എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ ക്യാൻ വാക്ക് ഇൻ ടു ദ എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യാൻ പറ്റും ക്യാഷ് പോകാനും അവരുടെ ക്യാഷ്ലെസ് പേയ്മെന്റ് ഒക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും അവിടെ. അതുപോലെ തന്നെ ഇതിന്റെ ഈ ബെനിഫിഷ്യറീസിനൊക്കെ ഇൻഷുർ ആയിട്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ടിങ് വരുന്നത് 60 to 40 ആണ്. ഗവൺമെന്റ് സെൻട്രൽ 60 40 ഇതാണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹെൽത്ത് ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ആക്ച്വലി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1960 പ്രകാരം. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്സ് ആണ് നമ്മളുടെ എന്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കിട്ടുക എന്നുള്ള UHC കിട്ടുന്നതിലും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 നേടുന്നതിലും എന്താണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പും കൂടിയാണ് ഈ ജൻധൻ ആരോഗ്യ യോജന എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനെ PM ജൻധൻ ആരോഗ്യ യോജന എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ആണ്, വിച്ച് മീൻസ് ദ ബെനിഫിഷ്യറി ക്യാൻ അവെയിൽ ദ ട്രീറ്റ്മെന്റ് ഇൻ എനി ഓഫ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, എനി ഓഫ് ദി സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ദ ഇംപ്ലിമെന്റ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്ത് ഏത് സ്റ്റേറ്റിലും എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാം അവർക്ക് അവൈലബിൾ ആക്കി അല്ലെങ്കിൽ എന്തായിരിക്കും സ്കീം
ബെനിഫിഷ്യറീസിന് തന്നെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രൈവറ്റിലാവട്ടെ ഗവൺമെന്റിലാവട്ടെ ഏത് സ്റ്റേറ്റിലാവട്ടെ ഇത് പാർട്ണർഷിപ്പുള്ള എവിടെയും ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അഫോർഡബിലിറ്റി ആക്സസിബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കൂടുതലായിട്ട് വരുന്നതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, അതൊരു ടേം ആണ്, അത് മനസ്സിലാക്കി വെക്കാം. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എത്രത്തോളം ഹോസ്പിറ്റലൈസേഷന് സ്വന്തം ക്യാഷ് ചെലവാക്കുന്നു അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പ്രൈവറ്റ് സെക്ടറിനെ ഹെൽപ്പ് ചെയ്യും, പബ്ലിക് ഹെൽത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ന്യൂ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി റൂറലിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. വ്യക്തമായ ഹെൽത്തും സ്കില്ലും ഒക്കെ ഡെവലപ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുള്ള ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസറ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ലയബിലിറ്റി ആയിട്ട് മാറും. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഡാറ്റാബേസ് എൻറിച്ച് ചെയ്യും, അതിന് വേണ്ടിയുള്ളതാണ് രോഹിണി എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കാം. രജിസ്ട്രി ഓഫ് ദി ഹോസ്പിറ്റൽസ് ഇൻ നെറ്റ്വർക്ക് ഓഫ് ഇൻഷുറൻസ് വരുന്ന രോഹിണി എന്നുള്ളത് അത് ഹെൽത്ത് വർക്കുമായി ബന്ധപ്പെട്ടാണ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ അതിന് ഇതിന് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ചലഞ്ചസ് എന്താണ്, ഹെൽത്ത് എന്നുള്ള സ്റ്റേറ്റ് സബ്ജക്ട് ആണ്, അപ്പൊ അതിലൊരു ഗവൺമെന്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിട്ട് വരുന്ന എന്താണ് നമ്മുടെ അക്കൗണ്ടബിലിറ്റി, പ്രൈവറ്റ് സെക്ടറിൽ അക്കൗണ്ടബിലിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് പർച്ചേസിംഗ് ഓഫ് ദി സർവീസ്. ഓക്കെ, നാഷണൽ ഹെൽത്ത് പോളിസി പ്രപ്പോസ് ചെയ്തിരുന്നു, ഓൾറെഡി പ്രപ്പോസ് ചെയ്താണ് സ്ട്രാറ്റജിക് പർച്ചേസിംഗ് ഓഫ് ദി സർവീസ് ഫോം സെക്കൻഡറി tertiary ഫ്രീ ആയിട്ട് അതിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ബേഫോറോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഉണ്ടാക്കാനുള്ള വ്യക്തമായ റോഡ് മാപ്പ് ഉണ്ടാക്കാം. അതിന് റെലവെന്റ് എന്താണ് ഇന്റർസെക്ടറൽ ആക്ഷൻ ലിങ്കിങ് വേണം എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുക്കാൻ ഞാനോട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആണ് ഏത് നമ്മുടെ ആയുഷ്മാൻ ഭാരത് വരുന്ന വെൽനസ് സെന്റേഴ്സും ജൻധൻ ആരോഗ്യ യോജനയും. ഓക്കെ, മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് GM ക്രോപ്സിന്റെ സോയ് സീഡ്സിന് എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് ഇമ്പോർട്ടന്റ് ഡിമാൻഡ് കൂടുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ബയോടെക്നോളജിയിലും ഫുഡ് സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പോൾട്രി ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് സോയ് സീഡ്സ് ഇമ്പോർട്ടന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് അതിനെ കുറിച്ച് പറയുന്നത് സോയ് സീഡ് GM ക്രോപ്സ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ GM ക്രോപ്സ് എന്ന് പറയുന്നതാണ് എ ക്രോപ്പ് വിച്ച് ഹാസ് ജീൻ ആർട്ടിഫിഷ്യലി ഇൻസേർട്ട് ചെയ്താണ് ഇൻ ടു ദ ഫോം ഓഫ് ദി അനദർ സ്പീഷീസ്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യാണ് ജീൻ ചേഞ്ച് ചെയ്യുന്ന സീഡ്സിനൊക്കെ എന്ത് പറയാം, GM ക്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്താണ് ഏത് GM ക്രോപ്സ് മാത്രമേ എന്തുള്ളൂ, ഓക്കെ, കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഓഫ് ദി അത് മറ്റുള്ള ഏതല്ലാതെ ആകെ BT കോട്ടൺ മാത്രമാണ് ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നോ ഗവൺമെന്റ് ഹാസ് നോട്ട് അപ്രൂവ്ഡ് ദ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഓഫ് ദി അതർ GM ക്രോപ്സ് എന്തില്ല അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. ബ്രിഞ്ചൽ ആവട്ടെ മസ്റ്റാർഡ് ആവട്ടെ അതൊന്നും ഇതുവരെ അപ്രൂവൽ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, GM ക്രോപ്സ് എങ്ങനെയാണ് ഫസ്റ്റ് GM ക്രോപ്പ് കിട്ടിയത്, ഫസ്റ്റ് GM ക്രോപ്പ് എന്ന് പറയുമ്പോൾ അപ്രൂവ് ചെയ്ത് നമ്മുടെ BT കോട്ടൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, BT കോട്ടൺ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇതുവരെ അപ്രൂവൽ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും അപ്രൂവ് ചെയ്തിട്ടില്ല. GM ക്രോപ്സിനെ കുറിച്ച് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. GM ക്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹാസ് ദ നോവൽ കോമ്പിനേഷൻ ഓഫ് ദി ജെനറ്റിക് മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ത്രൂ ദ യൂസ് ഓഫ് മോഡേൺ ബയോടെക്നോളജിയിലൂടെ എന്ത് ചെയ്യുക, ഒരു ജെനറ്റിക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യലി ഇൻസേർട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്ത് ചെയ്യുക, നല്ല ട്രേറ്റ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, കൺവെൻഷനൽ ആണെങ്കിൽ ഓൾറെഡി ഉള്ള പ്ലാൻ ബ്രീഡിങ്ങിലൂടെ കൺവെൻഷൻ ഉണ്ടാവില്ല. ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യലി ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ റെസിസ്റ്റൻസ് കൂട്ടുന്ന രീതിയിലേക്കൊക്കെ മാറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ BT കോട്ടൺ മാത്രമാണ് എന്ത് ഇന്ത്യയിൽ അലോ ചെയ്തിട്ടുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിങ്ക് ബോൾ വോമിനെതിരെയുള്ളത് ആണ് അറിഞ്ഞിരിക്കുക ഈ BT കോട്ടൺ. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളതാണ് BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചിനിസിസ് എന്ന് പറയുന്നത്. പിന്നെ BT ബ്രിഞ്ചൽ എന്താണ് ഇതുവരെ നമ്മള് അലോ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ BT മസ്റ്റാർഡും ഉണ്ട്, DMH മസ്റ്റാർഡ് എന്ന് പറയും, അതും അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ GM സോയ് സീഡ്സ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ അതിന് ഇമ്പോർട്ട് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ അലോ ദ ഇമ്പോർട്ട് ഓഫ് ദി GM സോയസീൻ ആൻഡ് കനോല ഓയിലൊക്കെ ഉണ്ട് കാണിക്കുക. ഇമ്പോർട്ട് ഓഫ് GM സോയസീൻ സീഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഓയിൽ ഇമ്പോർട്ട് അലോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ സീഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഹാസ് നോട്ട് ബീൻ അപ്രൂവ്ഡ് ഇൻ ഇന്ത്യ. ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് അപ്രൂവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ സോയാബീൻ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുള്ള രീതിയിലാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ കൂടാനുള്ള ഡിമാൻഡ് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോയ സീഡ്സ് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ധാരാളമായിട്ട് കൂടുന്നുണ്ട്. ഒന്നെന്താണ്
ഓൾറെഡി COVID-19 ബന്ധപ്പെട്ടുണ്ടായ കുറെ ചിക്കൻ പ്രൊഡക്ഷനൊക്കെ ഡിമാൻഡ് കൂടിയതും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് ദി ഡിമാൻഡ് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് ഒരു മെയിൻ കാരണമായിട്ട് പറയുന്നത്. ഇനീഷ്യൽ ഡിപ്ലീഷൻ ഓഫ് ദി ഡിമാൻഡ് ഇൻ ദ ചിക്കൻ പ്രൊഡക്ട്സിലും ഒക്കെ കാരണം. അതുപോലെ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നുണ്ട്, ഡേ ടു ഡേ ഓപ്പറേഷനുള്ള ക്യാപിറ്റൽ കൂടുന്നുണ്ട്, എക്സ്പെൻസ് കൂടുന്നുണ്ട്. അപ്പൊ തന്നെ സോയാബീൻ പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ഇൻ ദ സോയാബീൻ പ്രോസസ് ആഡ് ദ എഗ്ഗും ചിക്കൻ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഒക്കെ കൂടാനൊക്കെ കാരണമാവുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് ധാരാളമായിട്ട് എന്തുണ്ട്, ഇതിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അപ്പെക്സ് ബോഡി. കൊമേഴ്ഷ്യൽ റിലീസ് ഓഫ് ദി GM ക്രോപ്സ് അപ്രൂവ് ചെയ്യാനുള്ള ബോഡി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ ബോഡിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അത് ചെയ്യുന്നുണ്ട്, ഇത് ഇല്ലാതെ ഈ അൺഅപ്രൂവ്ഡ് GM ക്രോപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷം വരെ ജയിൽ ടൈം കിട്ടുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 1 lakh ഫൈനും 5 വർഷം വരെ ജയിൽ ടൈം കിട്ടും. ഇതിന്റെ ആക്ട് പ്രകാരം, എംവിഎംഎൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം. ഓക്കെ, ഇത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് FSSAI ആണ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് ക്രോപ്സ് ഇന്ത്യയിൽ എന്താണ് ഇത്തരത്തിലുള്ള റെഗുലേറ്റ് ചെയ്യുന്നത് FSSAI ആണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ കുറഞ്ഞ ഫീസിൽ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു അനാലിസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.